Hallelujah. Blessed be the name of Jesus. Glory to his name. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ യേശുവിൻ്റെ വലിയ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസങ്ങളിൽ അനേകം എപ്പിസോഡിൽ കഴിഞ്ഞ് കർത്താവിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുറന്ന മനസ്സോടുകൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ ആ വചനം പറയുന്നത് കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി എല്ലാ വിനാശനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ചു. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്നേഹപൂർവ്വം തുറന്ന മനസ്സോടുകൂടി ഈ വചനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനങ്ങൾ നിങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം തന്നെ പറയുകയാണ്. കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ വിനാശങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏതാണ്ട് 55-56 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഈ 57-ാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ കർത്താവ് നുണ പറയുന്നവനല്ല. അവിടുന്ന് പറഞ്ഞു മനുഷ്യർ നുണ പറയും, എന്നാൽ ദൈവം മാത്രം സത്യവാൻ. ഈ വചനങ്ങൾ നിങ്ങളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെ മോചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹം തന്നിട്ടുണ്ട്, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും നിങ്ങളുടെ ബിസിനസ്സുകളിലും ഒക്കെ വലിയ നന്മ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടുകൊണ്ടിരുന്നത് പിശാചിൻ്റെ കൂടുതൽ തന്ത്രങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ അതേക്കുറിച്ച് അല്പം കൂടി ഒരു പടി കൂടെ കിടക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത കാരണം സത്യത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കാഞ്ഞതുകൊണ്ട് എപ്രകാരം പിശാച് നമ്മളെ നന്മകൾ കാണിച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് നന്മ ചെയ്യിച്ചുകൊണ്ട് നമ്മളെക്കൊണ്ട് നല്ലൊരു മതഭക്തരായി ജീവിപ്പിച്ചുകൊണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ നമ്മളെ അവൻ്റെ നരകത്തിലേക്ക് ആനയിക്കുകയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരും പുച്ഛമായിട്ട് കരുതുന്ന ചില തിന്മകളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തിന്മയാണ്. എന്നാൽ ഒരു മനുഷ്യനും ബോധ്യം വരാത്തതും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്തതുമായ വലിയ ഒരു തിന്മയെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിലാണ്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഞാൻ ദൈവവചനത്തിൽ നിന്നും ഒരു ഭാഗം വായിച്ചു കൊള്ളട്ടെ. റോമാക്കാർക്ക് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 32 വരെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ സൗകര്യപൂർവ്വം വായിക്കണമേ എന്ന് ഞാൻ യാചിക്കുകയാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിക്കുകയാണ്. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. സത്യം, ദൈവത്തിൻ്റെ വചനത്തെ, സത്യമാകുന്ന വചനത്തെ അവർ തളച്ചിടുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം വരുന്നു എന്നാണ് പറഞ്ഞത്. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടിവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക്, അതായത് മനുഷ്യർക്ക് ഒഴിവ് കഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം, ഈ വചനമാകുന്ന സത്യം ഉപേക്ഷിച്ചിട്ട് വ്യാജം സ്വീകരിച്ചു. ഈ ലേഖനത്തിൽ തന്നെ റോമ 3:4 പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരും നുണ പറയുന്നവരാണ്,
ദൈവം മാത്രമേ സത്യവാനുള്ളൂ. ഇവിടെ പറയുന്നു, എന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് ഈ നുണ സ്വീകരിച്ചു. മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്ന നുണ സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലും ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സൃഷ്ടിയെ സേവിക്കുകയും ചെയ്തു. ആ കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. നിങ്ങൾ തുടർന്ന് വായിക്കുക. കർത്താവിന്റെ വചനം പറയുന്നു, ദൈവം ഒരു കൂട്ടം ജനങ്ങളെ വിട്ടുകൊടുത്തു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടു, കഠിനമായ ഹൃദയം. നമ്മുടെ ഹൃദയം നമ്മൾ ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ ആ വചനത്തെ തിരസ്കരിക്കുകയും ആ വചനത്തെ ഉപേക്ഷിക്കുകയും ആ വചനം നമ്മൾ അനുസരിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഹൃദയം കഠിനമാക്കുകയാണ്. അങ്ങനെ കഠിനമാക്കിയ ഒരു ഹൃദയം ഫേറോയെ ചൂണ്ടിക്കാട്ടി നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 5 പ്രാവശ്യം ഫേറോ ദൈവവചനം കേട്ടിട്ട് അവന്റെ ഹൃദയം കഠിനമാക്കിയപ്പോൾ 6ാം തവണ ദൈവം തന്നെ അവന്റെ ഹൃദയം കഠിനമാക്കി. ഇവിടെ പറയുന്നു, ഇതുപോലെ കഠിനമാക്കിയ ഹൃദയം ദൈവം അവരെ വിട്ടുകൊടുത്തു. God has forsaken them. ഒന്ന് ഓർത്ത് നോക്കിയ പ്രിയപ്പെട്ടവരെ, കർത്താവ് കൈവിട്ടു. വീണ്ടും വീണ്ടും സത്യത്തെ ഉപേക്ഷിച്ചിട്ട് വ്യാജം സ്വീകരിക്കുന്നത് കൊണ്ട് ദൈവം പോലും കൈവിട്ട ഒരവസ്ഥ എത്ര ഭയാജനകമായ അവസ്ഥയാണ്. പിശാചിന്റെ കുടിലതന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ. ഇനി ആ തന്ത്രങ്ങൾ തുടരുകയാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇത് ഏറ്റവും വലിയ തന്ത്രം നമ്മൾ കേട്ടു. ജീവന്റെ വൃക്ഷമായ ആ ജീവന്റെ വൃക്ഷം സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ ജീവൻ നൽകുവാൻ സാധിക്കുന്ന യേശുക്രിസ്തുവിനെയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാനാണ് ജീവൻ. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. അത് തന്റെ പുത്രനായ യേശുക്രിസ്തുവിലാണ്. യേശു പറഞ്ഞു, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. അല്ലെങ്കിൽ യോഹന്നാന്റെ 1-ാം അധ്യായത്തിൽ പറയുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൊറിന്ത്യോസിന്റെ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് ജീവൻ നൽകുന്ന ജീവദാതാവാണവൻ. അപ്പൊ ആ ജീവന്റെ വൃക്ഷം സൂചിപ്പിക്കുന്നത് യേശുവിനെയാണ്. മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവം ആത്മാവായതുകൊണ്ട് മനുഷ്യൻ ആത്മാവാണ്. അപ്പൊ എന്റെ ആത്മീയ മനുഷ്യൻ, എന്റെ യഥാർത്ഥ ആത്മീയ മനുഷ്യൻ, ഈ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിൽ വസിക്കുന്ന എന്റെ യഥാർത്ഥ മനുഷ്യൻ, അവന് ജീവൻ വേണമെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും നുകരണം. ആ ദൈവത്തിൽ നിന്നും നുകരുന്നത് ദൈവത്തിന്റെ ജീവനായ യേശുവിൽ നിന്നാണ്. ആ യേശുവിന് ദൈവം കൊടുത്ത പേരാണ് ദൈവവചനം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ ജീവനും ആത്മാവുമാണ്. ജീവനാണ്. ആ ജീവനും ആത്മാവുമായ ഈ വചനം യേശുവാണ്. അതുകൊണ്ട് ജീവന്റെ വൃക്ഷം സൂചിപ്പിക്കുന്നത് യേശു എന്ന് പറയുമ്പോൾ വചനമാണ്. വചനത്തിൽ ജീവിക്കുന്നവനെ ദൈവത്തിന്റെ ജീവൻ കടന്നു വരുന്നുള്ളൂ. അപ്പൊ പറുദീസായില് വളരെ തന്ത്രപൂർവം പിശാച് ചെയ്തത് മനുഷ്യനെ ദൈവീക ജീവനാകുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നും യേശുവിൽ നിന്നും അകറ്റിയിട്ട് നന്മതിന്മകളുടെ വിഷത്തിലേക്ക് ആകർഷിച്ചു. ആ സ്ത്രീ ആ വിഷത്തിലേക്ക് നോക്കിയിട്ടപ്പോൾ അവൾ പറഞ്ഞു, ഇത് നല്ലതാണല്ലോ, ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്യുന്നു? ഞാൻ പറയുന്നത് എൻ്റെ കാര്യമായി 27 വർഷം മുമ്പ് എനിക്ക് ഈ വചനം കേൾക്കാൻ യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു. ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ ഞാൻ നല്ല മനുഷ്യനാണ്. എന്റെ സഭ പഠിപ്പിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും പാലിച്ച് എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി എല്ലാ കുദാശകളും സ്വീകരിച്ച് ആരെ ഉപദ്രവിക്കാതെ ഞാൻ നന്മ ചെയ്ത് ജീവിച്ച മനുഷ്യൻ. എനിക്കിതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ നന്മയിൽ ജീവിക്കുന്നവര്, നന്മ മാത്രം ചെയ്യുന്നവര് അപകടത്തിലാണ്. കാരണം വചനമില്ലെങ്കിൽ
നിങ്ങൾ ജീവന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുക. മനുഷ്യൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും പ്രാർത്ഥനാ രീതികളും ബലികളും കാഴ്ചകളും നേർച്ചകളും പെരുന്നാളുകളും ജീവൻ തരത്തില്ല. അത് മനുഷ്യൻ്റെതാണ്. ജീവൻ തരുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ, ജീവന്റെ വൃക്ഷമാകുന്ന ദൈവത്തിന്റെ വചനം, യേശുവാകുന്ന ദൈവത്തിന്റെ വചനം. അപ്പം ഈ മനുഷ്യന്റെ ജീവൻ കളയുവാൻ, മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും വന്ന പിശാച്, യോഹന്നാൻ 10:10 യേശു പറയുന്നു, അവൻ മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും വന്നവനാണ്. അവൻ കൊന്നുകളഞ്ഞത് മനുഷ്യന്റെ ആത്മാവിനെയാണ്. എങ്ങനെ കൊന്നുകളഞ്ഞു? ജീവന്റെ ഉറവിടമായ ദൈവവചനത്തിൽ നിന്ന് അവനെ അകറ്റിയിട്ട് അത്തിയില കൊണ്ട് അവനെ ഉടിപ്പിച്ചു. ആ അത്തിയില സൂചിപ്പിക്കുന്നതാണ് മനുഷ്യൻ ആദ്യമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മാർഗം. അതിനെയാണ് നമ്മൾ മതം എന്ന് വിളിക്കുന്നത്, റിലിജൻ എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പിശാച് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർക്കറിയാം. ഫ്രം എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ടു എ റിലിജൻ ദാറ്റ് ടേക്സ് യു എവേ ഫ്രം ഗോഡ്. ഇതാണ് സംഭവിച്ചത്. ഫ്രം റിലേഷൻഷിപ്പ് ടു റിലിജൻ. റിലേഷൻഷിപ്പ്, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടുള്ള ഒരു ജീവിതത്തിലേക്ക്, ടു ലിവ് ഇൻ ഫെലോഷിപ്പ്, യേശുവിനെ അറിഞ്ഞ്, യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ സേവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിപരമായ സ്നേഹബന്ധം. ആ റിലേഷൻഷിപ്പിൽ മാത്രമേ ജീവനുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും വന്ന പിശാച് മനുഷ്യനെ ആ റിലേഷൻഷിപ്പ് ഒന്ന് വിട്ടുവെച്ചു. ഈ ഇലക്ട്രിസിറ്റി ആകുന്ന ബൾബ് കത്താതിരിക്കണമെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയും ആ ബൾബും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ആ വയറ് നമ്മളൊന്ന് പിടിച്ചു വലിച്ച് കണ്ടിച്ച് മാറ്റുന്നത് പോലെ പിശാച് വന്ന് ഈ മനുഷ്യനെ ഈ ജീവന്റെ വിഷത്തിൽ നിന്നൊന്ന് വലിച്ചു പറിച്ചങ്ങോട്ട് മാറ്റി. എന്തുകൊണ്ട്? എങ്ങനെയാണ് പറിച്ചു മാറ്റിയത്? അവന്റെ നുണ കൊണ്ട്. നുണ പറഞ്ഞു കൊടുത്തു. നീ ആ നന്മതിന്മകളുടെ വിഷത്തിൽ നിന്നും ഭക്ഷിക്കാമെങ്കിൽ നീ ദൈവത്തെ പോലെയാകും. ഓഫറിംഗ് സംതിങ് വിച്ച് ഈസ് വെരി എക്സൈറ്റിംഗ്. പിശാച് എപ്പോഴും നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ തരും. പക്ഷെ നമ്മൾ അതിന് വഴിപ്പെട്ട് പോകുമ്പോൾ അറിയാം അത് മുഴുവൻ നുണയായിരുന്നെന്ന്. ഇതുപോലെ ഈ സ്ത്രീ ആദ്യം നോക്കിയപ്പോൾ എല്ലാം നല്ലതാണ്, എന്ത് കുഴപ്പം? അങ്ങനെ ജീവന്റെ വിഷത്തിൽ നിന്ന് വിട്ടുപോയി. ഉടൻ തന്നെ റിലേഷൻഷിപ്പ് പോയപ്പോൾ റിലിജൻ വന്നു. അത്തീലയുടെ, അതായത് മനുഷ്യൻ ഇനിയും ദൈവസന്നിധി നിൽക്കാൻ വേണ്ടി അവൻ കണ്ടുപിടിച്ച മാർഗം. ഈ അത്തീല നൂറ്റാണ്ടുകളിലൂടെ വന്ന് ഒരു കാലത്ത് ഞാനും ഒരു അത്തീല ഉടുത്തിരുന്നു. ഞാൻ പഠിച്ച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ബലികളും നേർച്ചകളും കാഴ്ചകളും എല്ലാം ഒരു അത്തീലയാണെന്ന് ഞാൻ പറയുമ്പോൾ എന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് ചോദിച്ചാൽ, ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ലായിരുന്നു. ഞാൻ ശീലിച്ചു പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും, ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകളും ജപങ്ങളും നേർച്ചകളും കാഴ്ചകളും പെരുന്നാളുകളും ഇവിടെ എങ്ങും ഇല്ല. അത് മനുഷ്യൻ പറഞ്ഞു തന്നതാണ്. വ്യാജം പറയുന്ന മനുഷ്യൻ പറഞ്ഞു തന്നതാണ്. അതുകൊണ്ടാണ് അത് അത്തിയില്ല. ദർ ഈസ് എംപ്റ്റിനെസ്. അതിന് നമുക്ക് ജീവൻ തരാൻ പറ്റത്തില്ല. അത് നമുക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ജീവന്റെ വൃക്ഷമാകുന്ന ദൈവവചനത്തിൽ നിന്നും യേശുവിൽ നിന്നും പിശാച് നമ്മളെ അകറ്റിയപ്പോൾ നമ്മൾ മരിച്ചവരായി. നമ്മൾ നമ്മുടെ മരണത്തിൽ തുടരണം. ആ മരണത്തിൽ നിന്നും ഒരിക്കലും ജീവനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നിന്നെ ആ മരണത്തിൻ്റെ അകത്ത് ഒരു ശവപ്പെട്ടിയിൽ ഇട്ട് കെട്ടിവെക്കുന്നത് പോലെ ഉള്ളതാണ് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗങ്ങൾ. ആ അവൻ്റെതായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പാരമ്പര്യങ്ങളിലും അവനെ കെട്ടിപ്പൂട്ടി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് അവനൊന്ന് എഴുന്നേറ്റ് വീണ്ടും ജീവന്റെ വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. ഇത് സാത്താൻ ചെയ്യുന്ന ഒരു തന്ത്രമാണ്.
യേശുവിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കൊണ്ടു പോവുക. അതിന്റെ ഫലമായിട്ട് മനുഷ്യൻ തുടങ്ങി വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ റോമ 1:18 മുതൽ വായിച്ചത്. സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുന്നു, ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ ആരാധിക്കുന്നു, ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെ ആരാധിക്കുന്നു. ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയത്, ഈ ലോകത്ത് നമുക്ക് ദാനമായിട്ട് നൽകിയ ചില നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ ആരാധിക്കുന്നു. അതെങ്ങനെയാ ആരാധിക്കുന്നെന്ന് കർത്താവ് അനുവദിച്ചാൽ ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അതെങ്ങനെ ആരാധിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏതിനെ തലോലിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഏതിനെ ആശ്രയിക്കുന്നു, അത് നമ്മുടെ ദൈവമായി മാറും. നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന ഏക മാർഗം ജീവന്റെ വൃക്ഷമാണ്, യേശുവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യമുണ്ട്. പിശാചിന്റെ തന്ത്രങ്ങളിലെ ഏറ്റവും വലിയ തന്ത്രം ടു കീപ് യു അവേ ഫ്രം ജീസസ്. ഇനി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവരോട് യേശുവിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അവർ പറയും ഞങ്ങൾക്ക് യേശു ഉണ്ട്. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും പാട്. യേശു ഉണ്ടെന്ന് പറയുന്ന വ്യക്തിക്ക് യേശു ഉണ്ടാകണമെങ്കിൽ ഇതാണ് യേശു, ഇത് മാത്രം ഈ വചനമാണ് യേശു. ആ യേശു എനിക്കുണ്ട് എന്ന് ഒരാൾ അവകാശപ്പെടണമെങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ വചനം മുഴുവനും ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ അനുസരിച്ചിരിക്കണം. നമുക്കിഷ്ടം പോലെ ചിലതൊക്കെ ചൂസ് ചെയ്യുക, ചിലതൊക്കെ തള്ളിക്കളയുക അല്ല. കാരണം ഇത് മുഴുവൻ ദൈവമാണ്, വചനം ദൈവമാണ്. ദൈവത്തെ നമുക്ക് മുറിച്ചു മാറ്റിയിട്ട് ദൈവത്തിന്റെ ഈ ഭാഗം എനിക്ക് പറ്റത്തില്ല, ദൈവത്തിന്റെ ഈ ഭാഗം എനിക്ക് പ്രശ്നമുണ്ടാക്കും, ദൈവത്തിന്റെ ഈ ഭാഗം എനിക്ക് വലിയ വികാരം തരും, ദൈവത്തിന്റെ ഈ ഭാഗം എനിക്ക് സൗഖ്യം തരും, ദൈവത്തിന്റെ ഈ ഭാഗം എനിക്ക് മോചനം തരും, എന്നാൽ ദൈവത്തിന്റെ ഈ ഭാഗം എനിക്ക് ശത്രുക്കൾ ഉണ്ടാക്കും, അതുകൊണ്ട് ആ ഭാഗം ദൈവമേ നീ അവിടെ കൊണ്ട് മാറി നിന്നോ എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ ഒരു കേക്ക് മുറിക്കുന്നത് പോലെ കണ്ടിച്ച് മുറിക്കുക. അങ്ങനെ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം അതിന്റെ പൂർണ്ണതയിൽ അനുസരിക്കാത്ത ഒരുവന് യേശുവില്ല. യേശു ഉള്ളത് വീട്ടിൽ കാണും, പടത്തെ കാണും, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു മൺരൂപത്തിൽ കാണും, അല്ലാതെ യേശുവല്ല. അപ്പൊ ഇത് പിശാചിനറിയാം. അതുകൊണ്ടാണ് അവൻ തന്ത്രപൂർവം അനേകരെ ബോധ്യപ്പെടുത്തുകയാണ് ഞങ്ങളും യേശുവിനെയാണ് ആരാധിക്കുന്നത്. ഇല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളുള്ള സ്നേഹത്തിൽ ഞാൻ പറയുക, ഈ വചനത്തിൽ ജീവിക്കാത്തോളം കാലം നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്ത്യൻസ് 11 പൗലോസ് പറയും ഞാൻ ഭയപ്പെടുന്നു, ഐ ആം അഫ്രൈഡ്. എന്തിനാ ഭയപ്പെടുന്നത്? സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളെ യേശുക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും മനസ്സിൽ നിങ്ങളുടെ ചിന്തകൾ മാറ്റി മറ്റു പലതിലേക്ക് നയിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നിട്ട് 4-ാമത്തെ വചനം ഉടനെ പൗലോസ് പറയുകയാണ്, കാരണം ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ഉണ്ടല്ലോ, ഞങ്ങൾക്ക് യേശു ഉണ്ടെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ആ യേശു ഈ വചനത്തിലുള്ള യേശുവാണോ എന്നെങ്ങനെ അറിയാം? ഇതറിയത്തില്ലെങ്കിൽ യു മസ്റ്റ് നോ ഹൂ ജീസസ് ഈസ്. യേശു ആരാണ് എന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടണം. അതല്ലേ പത്രോസ് പറഞ്ഞത്? യേശു ചോദിച്ചു ഞാനാകുന്ന യേശു ആരാണ്? അനേകർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റി. നീ ഏലിയ പ്രവാചകനാണ്, നീ ജെറമിയാണ്, നീ സ്നാപയോനാണ്, നീ ഏതോ പ്രവാചകനാണ്, നീ ഡാവിഞ്ചി കോഡ് വേറെ പലതും കൊണ്ട് വരുന്നുണ്ട്. എന്നാൽ യേശു ആരാണ്? അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ നോക്കി ചോദിച്ചത്, മനുഷ്യരെന്തും പറഞ്ഞോട്ടെ, എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? പത്രോസ് പറഞ്ഞു. പത്രോസ് പറയേണ്ട ഉത്തരം നീ മറിയത്തിന്റെ ഔസേപ്പിന്റെ മകനാണ്, നസറത്തുകാരനായ യേശുവാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു.
ആശാരി ചെറുക്കനാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ ക്രിസ്തു ആണ്. അതൊരു വെളിപാടായിരുന്നു. അങ്ങനെ ഒരു വെളിപാട് കിട്ടിയിട്ടുണ്ടോ? കാണാതെ പഠിക്കാം. ഇപ്പം നീ ജീവിക്കേണ്ട ദൈവത്തിന്റെ ക്രിസ്തു എന്ന് കാണാതെ പറയാം. അത് തത്തയും പറയും. ഡു യു നോ, ഹാസ് ദ ഫാദർ ഇൻ ഹെവൻ റിവീൽഡ് ഇറ്റ് ടു യു? അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ ഈ ക്രിസ്തു ആരാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വെറുതെ ഒരു യേശുനാമം പറയുന്നത് കൊണ്ട് പുൽക്കൂട്ടി പിറന്ന ഉണ്ണീശോ മുതൽ 12-ാം വയസ്സിൽ കാണാതെ പോയ യേശുവിനെയും 30-ാം വയസ്സിൽ സ്നാനപ്പെട്ട യേശുവിനെയും 31-ാം വയസ്സിൽ കാൽവരി മല കയറിയ യേശുവിനെയും ഒരു ദുഃഖവെള്ളിയാഴ്ച കാണുന്ന യേശുവിനെയും പിന്നെ ഒരു ശവടക്ക് നടത്തിയ യേശുവിനെയും പിന്നെ ഉത്തിതനായ യേശുവിനെയും അവിടം വരെ പറയാം. ഇന്ന് ജീവിക്കുന്ന യേശുവിനെ, ഇപ്പോൾ ജീവിക്കുന്ന യേശുവിനെ കണ്ടിട്ടുണ്ടോ? അത് കാണരുത് നിങ്ങൾ. അതാണ് പിശാചിന്റെ ലക്ഷ്യം. ആ യേശുവിനെ നിങ്ങൾ അറിയരുത്. നിങ്ങൾ ഉണ്ണീയേശുവിനെ അറിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. 12-ാം വയസ്സിൽ കാണാതെ പോയ യേശുവിനെ അറിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാൽവരി മലയിൽ മരിച്ചുപോയ യേശുവിനെ കുരിശോല പെരുന്നാളിന് ഓലയും ചുമന്നുകൊണ്ട് പോയാൽ അവന് പ്രശ്നമില്ല. ഇന്ന് ഓശാന പാടിക്കൊണ്ട് ഓലയും പിടിച്ചുകൊണ്ട് നടന്നാൽ അവന് പ്രശ്നമില്ല. ദുഃഖവെള്ളിയാഴ്ച കയ്പ് നീര് കുടിച്ചുകൊണ്ട് അവന് പ്രശ്നമില്ല. അവന് പ്രശ്നം ഉത്ഥിതനായ യേശു, ഇന്ന് ജീവിക്കുന്ന യേശുവിനെ നീ അറിയരുത്. ആ യേശു ആരാണെന്ന് നീ അറിയരുത്. അതിനുള്ള സകല തന്ത്രങ്ങളും അവൻ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെ കുടുക്കുവാനായിട്ട് അവൻ ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ.